ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ കപ്പ മുട്ട റെസിപ്പി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണതാണ് കപ്പ മുട്ട റെസിപ്പി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഉണ്ടാക്കണേ. എന്തായാലും ഉണ്ടാക്കി നോക്കി, കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ കപ്പ മുട്ട റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്? കപ്പ വേണം. ഇവിടെ കൊള്ളിക്കിഴങ്ങെന്നൊക്കെ പറയൂ കേട്ടോ. പല സ്ഥലത്തും പല പേരാണല്ലോ പറയണത്. ഇവിടെ കൊള്ളി, കപ്പ, കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ 1 കിലോ കപ്പയാണ് ഞാൻ എടുത്തത്. ഇനി കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിൽ കപ്പ നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടുള്ളൂ. കപ്പയും മുട്ടയും ഒക്കെ നല്ലോണം വെന്ത് നല്ലോണം ചേർന്ന് കിട്ടിയാലാണ് ശരിക്കും ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ തൊലി കളഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം കപ്പയൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുത്തിയെടുത്തു കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് 2 സബോളയാണ് ഞാൻ എടുത്തത്. സബോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു. കുറച്ച് കറിവേപ്പില എടുത്തു. അതിനുശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി സബോള ഒക്കെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. പൊടികളൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് എടുത്തത് 4 മുട്ടയാണ് കേട്ടോ. മുട്ട നമുക്ക് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വച്ചേക്കണം മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ടയൊക്കെ നല്ലോണം വെന്ത് ഒന്ന് ഡ്രൈ ആയി വരണ വരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വച്ചേക്കണ കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. കപ്പ അപ്പം ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലുകൊണ്ട് നല്ലോണം കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. കപ്പയും മുട്ടയൊക്കെ നല്ലോണം ഉടഞ്ഞ് ചേർന്ന് കിട്ടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കപ്പയൊക്കെ നല്ലോണം ഉടച്ചെടുത്തു. ഇനി നമുക്ക് ആ മുട്ടയിലേക്ക് കപ്പയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. മുട്ട കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ തട്ടുകട സ്റ്റൈൽ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ മുട്ട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.